ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം അധ്യായം 1 ശ്ലോകം 13 നോക്കാം. തന്നെ ശുശ്രൂഷണമാണാൻ അർഹസ്യാങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. അതായത്, അല്ലയോ സൂതഗോസ്വാമി, പരമദിവ്യോത്തമ പുരുഷനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ച് അറിയാൻ ഞങ്ങൾ ആകാംക്ഷാഭരിതരാണ്. ശ്രവണ കീർത്തനത്താൽ ഒരാളെ ഉദ്ധിതമാക്കുന്ന പൂർവ്വ ആചാര്യന്മാർ പകർന്നു തന്ന ആ നിർദ്ദേശങ്ങളെ സുവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും. അപ്പോ ഹരിബോൽ ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് എന്തെന്നാൽ, ഭഗവാനെ പറ്റി അല്ലെങ്കിൽ ശ്രീ വിഷ്ണുവിൽ നിന്ന് 10 അവതാരങ്ങൾ വന്നതായിട്ട് സാധാരണ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകും അല്ലെങ്കിൽ അറിയാം. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ ശൗനകാദികൾ നൈമശരണ്യയിൽ വെച്ച് സൂതഗോസ്വാമിയോട് ചോദിക്കുകയാണ്, ഭഗവാൻ അവതാരം എടുത്തത് എന്തിനാണ്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഭഗവാൻ അവതരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ അവതാരങ്ങളാണ് ഭഗവാൻ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം വിഷ്ണുവിൽ നിന്ന് വന്ന 10 അവതാരങ്ങളെ പറ്റി മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് അവതരിച്ച അവതാരങ്ങൾ കോടിക്കണക്കിന് അവതാരങ്ങൾ ഉണ്ടെന്നും അവ ഓരോന്നും കൃത്യമായിട്ടും വിവരിച്ചു തരാനുമാണ് ശൗനകാദികൾ സൂതഗോസ്വാമിയോട് പറയുന്നത്. സാധാരണ നമ്മൾക്ക് ജയദേവ കവികളുടെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷനിലുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 10 അവതാരങ്ങളെ പറ്റി പാടി പുകഴ്ത്തിയത് കൊണ്ടാണ് സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഈ 10 അവതാരങ്ങളെ പറ്റി മാത്രം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ 22 അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. മാത്രമല്ല, ആ അവതാരങ്ങൾ പറഞ്ഞു നിർത്തിയതിന് ശേഷം സൂതഗോസ്വാമി പറയാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അവതാരങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ അവതാരങ്ങളെ പറ്റി വിശദമായിട്ട് വരുന്ന ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ശൗനകാദികളുടെ ചോദ്യമാണ്, എന്തിനാണ് ഭഗവാൻ പല പല അവതാരങ്ങൾ കൈക്കൊണ്ടതെന്നും അത് എപ്രകാരമാണ് അവതാരങ്ങൾ എടുത്തതെന്നും ചോദിക്കുന്നു. ഇതിനർത്ഥം ശ്രീ വിഷ്ണുവിൽ നിന്നല്ല ഈ അവതാരങ്ങൾ വന്നത് എന്നതാണ് സാരം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് വിഷ്ണു പോലും അവതരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിസ്തരണങ്ങളെല്ലാം കഴിഞ്ഞ് 2-ാം ചതുർവ്യൂഹത്തിലുള്ള മഹാസംഘർഷണനിൽ നിന്ന് വന്ന 3 പുരുഷ അവതാരങ്ങളാണ് കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇങ്ങനെ 3 വിഷ്ണു ഭഗവാനിൽ നിന്നും അവതരിച്ചു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഈ അവതാരങ്ങളിൽ നിന്നാണ് മറ്റു പല അവതാരങ്ങളും വന്നത് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നത്. ഹരിബോൽ ഹരേ കൃഷ്ണ. ശൗനകാദികളുടെ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് സൂതഗോസ്വാമിയോട് ചോദിക്കുന്നുണ്ട്. 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ്
ഭാഗവത്തിൽ ഉടനീളമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ശൗനകാദികൾ സൂതഗോസ്വാമിയോട് ചോദിച്ചതും പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് ചോദിച്ചതും ഇതേപോലെ തന്നെ വിതുരർ മൈത്രേയ മുനിയോട് ചോദിക്കുന്നതും ഒക്കെ ശ്രീമദ് ഭാഗവത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. അതിന്റെ എല്ലാം ഉത്തരം ഒന്നു തന്നെ ആയതുകൊണ്ടാണ് ഇവരെല്ലാവരും ഭഗവാന്റെ പരമഭക്തരായതുകൊണ്ട് ഒരേ തരത്തിലുള്ള ചോദ്യമാണ്, അതായത് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ്, ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ള ഉത്തരമായിട്ട് ശ്രീമദ് ഭാഗവത്തിൽ ഉടനീളം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ അധ്യായത്തിലൂടെ ഓരോ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വിശദമായിട്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കാം. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു.